37 ലക്ഷം വരുന്ന പെൻഷൻകാരുടെ കുടിശ്ശിക തീർത്ത് പെൻഷൻ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പൂട്ടിക്കിടന്ന 48 കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിച്ചു. കടക്കണിയിൽപ്പെട്ടവർക്കായി പ്രത്യേക കടാശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. ഓണക്കാലത്തെ വിലക്കയറ്റം തടഞ്ഞു നിർത്താനായി സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിനുമായി 100 കോടിയിലേറെ രൂപ അനുവദിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 1644 ഓണച്ചന്തകൾ തുറന്നു. 17 ലക്ഷം കുടുംബങ്ങൾക്ക് BPL കിറ്റും 1.5 ലക്ഷം ആദിവാസികൾക്കായി സൗജന്യ ഓണക്കിറ്റും പ്രഖ്യാപിച്ചു. അധികാരമേറ്റെടുത്ത 100 ദിവസം പൂർത്തിയാകുമ്പോൾ ഇടതുമുന്നണി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നേട്ടങ്ങൾ ഇവയാണ്. പാവങ്ങൾക്കുള്ള പെൻഷന് ചിന്തിക്കാൻ പറ്റാത്തൊരു വർധനയാണ് വരുത്തിയിട്ടുള്ളത്. 1000 രൂപ പെൻഷൻ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സമാന്തരമില്ലാത്ത ഒരു വർധനയായിരിക്കും ഈ സർക്കാരിന്റെ കാലത്തുണ്ടാവുക. അധികാരമേറ്റയുടനെ പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതിയെ പിടിക്കാനായതും സർക്കാരിന് ഗുണമായി. അടച്ചുപൂട്ടിയ സ്കൂളുകൾ ഏറ്റെടുത്തതും മാന്ദ്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിച്ചതും ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചതും നേട്ടങ്ങളുടെ പട്ടികയിൽ സർക്കാർ ഉൾപ്പെടുത്തുന്നു. 100ാം ദിനം ആഘോഷിക്കാനായി വിപുലമായ പരിപാടികളും സർക്കാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 2-നാണ് സർക്കാരിന്റെ 100 ദിനം പൂർത്തിയാകുന്നതെങ്കിലും പൊതുപണിമുടക്ക് പ്രമാണിച്ച് സെപ്റ്റംബർ 1-നാകും ആഘോഷ പരിപാടികൾ നടത്തുക. കെ സജീഷ്, മീഡിയ 1, തിരുവനന്തപുരം.